ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഗെയിം പ്ലേയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ബെർമുഡ മാപ്പിൽ VR അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഇറങ്ങാൻ പോകുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ട് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. നേരെ നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ഓക്കെ, നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്ഥലത്ത് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കും, നമ്മൾ നോക്കാം. നേരെ നമ്മൾ ഇറങ്ങാവുന്ന. അതേപോലെ തന്നെ എനിക്ക് ചപ്പൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചപ്പലിങ്ങ ആ ഒരു റെഡ് കാർഡ് ഉണ്ടല്ലോ, ആ റെഡ് കാർഡിൽ നിന്ന് കിട്ടിയതാണ്. സോ അതൊക്കെ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു വന്നു. ആ ചപ്പലിട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ നിങ്ങൾ താഴോട്ട് കാലിൽ നോക്കിയാൽ മാത്രം മതി, മനസ്സിലാവും. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി നോക്കണം കേട്ടോ. ആ ഒരു അകത്തോട്ട് ചാടി നോക്കിയാണ്. പെട്ടെന്ന് തന്നെ ആ ലൂട്ടുകളിലൊക്കെ MP40 കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു MP40 എടുത്തുകൊണ്ട് ഒരു ഗണ്ണും കണ്ണിൽ വേറെ ഗണ്ണും സംഘടിപ്പിക്കണം. ഷോർട്ട് റേഞ്ച് മാത്രം പോലെ ലോങ് റേഞ്ചും വേണമല്ല. നോക്കുന്ന സമയത്ത് എല്ലാം MP40 മാത്രമേ ഉള്ളൂ. 2 MP40 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 MP40 കൊണ്ട് നമുക്ക് നേരെ മുകളിലോട്ട് പോയേക്കാം. അപ്പോൾ അവിടെ നിന്ന് ലൂട്ടും കാലൊക്കെ ഇട്ടാൽ നോക്കാം. ഇവിടെ ലൂട്ടൊന്നും ഇല്ല. താഴെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നോക്കി നോക്കാം നമുക്കൊന്ന്. നമുക്ക് താഴോട്ട് നിന്ന് ചാടി നോക്കാം. സോ ഇവിടെ ഒരു എനിമി ഉണ്ടെന്നാണ് തോന്നുന്നത്. മോളിൽ നിന്ന് 2 എനിമീസാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൂട്ടെടുക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവർക്ക് ഗണ്ണും കള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. സോ അകത്തിരിക്കുന്ന പെണ്ണ് ഗണ്ണും കള്ള കിട്ടിയിട്ടുണ്ട്. അവളെ അടിച്ച് വെക്കുന്ന ബോട്ട് അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ പെട്ടെന്ന് മറ്റവനാണെങ്കിൽ അവളെ ലൂട്ട് ചെയ്യാൻ പോയി. അവനും ആ ഗണ്ണും കള്ളൊക്കെ എടുത്ത് സമയത്ത് ഞാൻ അവനെയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവലായിരുന്നു. സോ ഇവിടുന്ന് അവൻ്റെ ഈ ലൂട്ട് കാർഡ് എടുത്തപ്പോഴും MP40 മാത്രമേ ഉള്ളൂ. MP40 മൊത്തം MP40 ആണ്. പിന്നെ ഞാൻ ഒരു MP40 തന്നെ എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാലോ, കാരണം ആ ഒരു MP40 എടുത്താൽ നമുക്ക് ഗണ്ണിൻ്റെ ഒന്നും പെട്ടെന്ന് തീരത്തില്ല. അതുപോലെ തന്നെ ബാക്കിൽ നോക്കിയ സമയത്ത് ഒരു എനിമി ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവനെയും അടിച്ച് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ 3 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേറെ എനിമീസ് ഉണ്ട്, അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നോക്കിയാണെങ്കിൽ ഈ എനിമിയെ ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്ന സമയമുണ്ടല്ലോ, അവനാണെങ്കിൽ ബാക്കിലോട്ട് നല്ല ഓടി പോകുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവനെയും തപ്പി MP40 കൊണ്ട് കൈ പിടിച്ചിട്ടുണ്ട് ഓട്ടോടായിരുന്നു. അവനെ ആ ഒരു കംപ്ലീറ്റ് ആക്കണം. സോ MP40 ഉണ്ടയെല്ലാം തീരണമെങ്കിൽ അങ്ങ് കിടക്കുന്നേ ഉള്ളൂ. സോ പെട്ടെന്ന് തന്നെ നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോവാം. ആൻഡ് ആ ഒരു നമുക്കൊരു വിൻ ചെയ്യണ്ടേ, ഒരു ബുയ്യ അടിക്കണ്ടേ. അതുകൊണ്ട് അവനെ പെട്ടെന്ന് തന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ലെവലായിരുന്നു. അതും ഹെഡ് ഷോട്ടാണ് ഫ്രണ്ട്സ്, ഹെഡ് ഷോട്ട്. സോ ഇവിടെ വേറെ ഒരു എനിമിയും കൂടെ അവിടെ കണ്ടാണ്. ആ ഒരു എനിമി ഇപ്പം പോയി കാണാൻ വളരെ ചാൻസ് കൂടുതലാണ്. ആണ് നമ്മൾ 4 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ലെവലായിരുന്നു. സോ നമ്മൾ നേരെ നമ്മളാ ഒരു അവളെയും തപ്പി പോവേണ്ട. അവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു. ബേസിക്കലി അവളെ പെട്ടെന്ന് തന്നെ തട്ടിക്കളയാനൊക്കെ വിചാരിച്ചാണ്. പക്ഷെ പറ്റിയില്ല ഗൈസ്, പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ബാക്കിൽ നിന്ന് അടിയുണ്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത്. സോ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു എനിമി ഉണ്ട്. കാറിലൊക്കെ കയറാൻ ശ്രമിക്കുന്നുണ്ട്. അവനെ പെട്ടെന്ന് തന്നെ അടിച്ച് കംപ്ലീറ്റ് MP40 ഇട്ട് അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്ന സമയത്താണ് ഉണ്ടേ നീന്തുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് MP40 എടുത്തോട്ട് ഒറ്റ അടിയോളെ അടിച്ച് പൊട്ടിച്ചെന്നാണ് എനിക്ക് പറയാം. സോ അങ്ങനെ ആ ഒരു കില്ലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് കേട്ടോ വീഡിയോയ്ക്ക്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലോട്ട് വന്ന ആദ്യത്തെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഓക്കെ, നമുക്ക് എല്ലാവരുടെയും MP40 കാലൊക്കെ ഉള്ളൂ കേട്ടോ. ആ MP40 കാലൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് ഞാൻ വണ്ടി എടുക്കുന്നില്ല. മല കയറി വരുന്ന ആ ഒരു എനിമീസിനെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അടിച്ച് കമത്തണം. സോ പിന്നെ AK-47 കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ AK-47 വെച്ചിട്ടാണ് നമുക്ക് അടിക്കേണ്ട. ഒരു ഷോർട്ട് റേഞ്ചും ലോങ് റേഞ്ചും എല്ലാം കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഗണ്ണും കണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ തന്നെ കോയിൻ കണ്ണൊക്കെ എടുക്കാൻ നോക്കിയാണ്. ആ ഒരു കോയിൻ കണ്ണൊക്കെ എടുത്ത് നമുക്ക് മോളിൽ നോക്കിയേക്കാം. മോളിൽ പോലെ എനിമി കാണാൻ വളരെ ചാൻസ് കൂടുതലാണ്. പറഞ്ഞേ ഉള്ളൂ, മുകളിലൊരു എനിമി ഉണ്ട്. സോ അവനെ കണ്ടിട്ടുണ്ട് ഞാൻ. ഡാമേജ് കണ്ണൊക്കെ കൊടുക്കട്ടെ, നോക്കട്ടെ. കുറച്ച് ഡാമേജ് കൊണ്ടുപോവുക. ഡാമേജ് ഓക്കെ 13-27 വരുന്നുള്ളൂ ഡാമേജ്. പെട്ടെന്ന് തന്നെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കണം. സോ അങ്ങനെ എനിക്ക് ആ ഒരു കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അവനെ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ 6 കില്ല് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്, 6 കില്ല്. ഓക്കെ, നമുക്ക് ആ ഒരു കില്ല് എടുത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ കൂടെ പറയാട്ടോ. നമ്മൾ നേരെ ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട. സോണ് കാണാനൊക്കെ പെട്ടെന്ന് എത്തും. പിന്നെ ഇവൻ ലൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു പീക്കിലോട്ട് പോവാം. പീക്കിലോട്ട് പോയിട്ടാണ് ഈ കില്ലെടുക്കേണ്ടത്. പീക്കിലായിരിക്കും കൂടുതൽ എനിമി കാണാൻ ചാൻസ് കൂടുതൽ. അതുപോലെ സോൺ ലാസ്റ്റ് എത്തുന്ന സ്ഥലവും ആ പീക്കിലാണ് കൂടുതൽ. സോ നമുക്ക് അങ്ങോട്ട് തന്നെ പോയേക്കാം. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ഉറപ്പായിട്ട് ഇത്രയും കില്ല് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തിടണം. സോ നമുക്ക് താഴോട്ട് ഓടിപ്പോവാം.
ചിലപ്പോൾ എനിമീസ് കാണാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ താഴോട്ട് തന്നെ പോകുന്നുണ്ട്. സോ നോക്കുന്ന സമയത്ത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തുണ്ടല്ലോ ഒരു എനിമി ഉണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവളെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. സോ ആ ഒരു കില്ല് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിൽ കൂടെ പറയാം കേട്ടോ. അങ്ങനെ അവൾക്ക് അൺലോക്കഡ് ആക്കാനൊന്നും പറ്റത്തില്ലല്ലേ, അത് നമുക്ക് നോക്കാം. സോ അപ്പോൾ ഇന്നത്തെ ഡ്രസ് കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക കേട്ടോ. നമുക്ക് ആ ഒരു എനിമീസ് അവിടെ ഉണ്ടാകാൻ നോക്കിയിട്ടില്ല കേട്ടോ. അവിടെ എനിമിയും കാണലൊന്നും ഇല്ല. നമുക്ക് എന്തൊക്കെയും താഴോട്ട് പോയിട്ട് ആ ഒരു കില്ലെടുത്ത ആ പെണ്ണിനെ അങ്ങനെ ലൂട്ട് ചെയ്തുള്ള നൈസിന് ആ ലൂട്ടും കല്ലൊക്കെ ചെയ്ത് നമുക്ക് നേരെ ബാക്കിലോട്ട് വരാം. സോ ഇന്ന് നമ്മളെ ക്യാറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാറ്റാണ് ഞാൻ. അത് ഫേസ് ക്യാറ്റിനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ക്യാറ്റിൻ്റെ ഫേസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് കേട്ടോ. അതുപോലെ നമ്മൾ ആ ഒരു അങ്ങോട്ട് പോകുന്ന സമയത്തും ഒരു ബാറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഹീലും കല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്രയും ലൂട്ടും കല്ലൊക്കെ മതി. പിന്നെ MP40 AK47 ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാം നമുക്ക് ആ ഒരു AK47 കിടക്കട്ടെ. ഓക്കെ, നമുക്ക് AK47 ഉണ്ടൊക്കെ തീരാറായി കണക്കായിരുന്നു. സോ നമുക്ക് ഈ ഒരു ബാറ്റ് എടുത്തുകൊണ്ട് നേരെ പീക്കിലോട്ട് വിടാം. എനിക്ക് സത്യം ഈ ഒരു സ്ഥലത്തിരുന്ന് കില്ലെടുക്കാൻ വയ്യ, ആ ഒരു രീതിയിലാണ്. സോ നമുക്ക് നോക്കി വെക്കാമല്ലോ. ഓക്കെ, ക്ലോക്ക് ടവറൊക്കെ മൂടിക്കഴിഞ്ഞു എന്നാണ് തോന്നുന്ന സോണ്. സോ നമുക്ക് ആ ഒരു വീക്കിലോട്ട് പോകാം. വീക്കിലോട്ട് പോകുന്ന സമയത്ത് ഒരു കോയിനുകളിലൊക്കെ എടുത്ത് വെച്ചേക്കാം. ചിലപ്പോൾ അവിടെ ചെന്നിട്ട് വല്ലതും ആവശ്യം വന്നാലോ ഓടണോ വല്ലതൊക്കെ ആവശ്യം വരും. സോ നമുക്ക് നേരെ വീക്കിലോട്ട് തന്നെ പോകാം, വെച്ച് പിടിക്കാം. ഇവിടെ നിന്ന് ഇപ്പം വെച്ച് പിടിച്ചാൽ അങ്ങ് എത്തുന്നേ ഉള്ളൂ. സോ നമ്മളെ ആ ഒരു എത്ര കില്ലാണ് നമ്മൾ എടുത്തത്? 7 കില്ലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു 7 കില്ല് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ കൂടെ പറയാം. നമ്മൾ നേരെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു നമ്മൾ ഇറങ്ങിയതിൻ്റെ വണ്ടിയിലോട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് എനിമീസിനെ കാണാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്നൊന്ന് ഒരു 2 കില്ലെങ്കിലും എടുക്കാൻ പോകാൻ എനിക്ക് ചാൻസ് ഇല്ല. സോ കാണാൻ ചാൻസ് കുറവാണ്. നോക്കി നോക്കാം, നമുക്ക് അവിടെ ഓരോരുത്തരല്ല ഉണ്ടാകാൻ നോക്കാം. AK47 എടുത്തിട്ട് നമുക്ക് അങ്ങ് അടിച്ചിടാം. പക്ഷേ ഇവിടെ ഒന്നുമില്ല. മെഡിക്കറ്റൊക്കെ നമുക്ക് എടുക്കാം. ആ ഒരു മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്യണം. അതുകൊണ്ട് ഒരു ഹീല് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അപ്പോൾ ഇതൊന്നും തുറക്കണ്ടല്ലേ, വേണ്ട. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ നിന്ന് വെച്ച് പിടിച്ചാൽ നമുക്ക് നോക്കി നോക്കി ഇവിടെ ലൂട്ടും കാണാനൊന്നും ഇല്ല. പക്ഷേ ഇവിടെ ഒരു കോയിൻ കിടപ്പുണ്ടല്ലേ, എടുക്കല്ലേ. ചിലപ്പോൾ ആവശ്യം വരും. ഹിറ്റ്ലെസ്സിനെ വല്ലതും വാങ്ങണമെങ്കിൽ അവിടെ നിന്ന് ആവശ്യം വരും. സോ എത്രയും കോയിനൊന്നും വേണ്ടി വരില്ല. നമുക്ക് നോക്കി വെക്കാം. നേരെ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു പീക്കിലോട്ട് തന്നെ പോകാം. നേരെ ഇപ്പം വെച്ച് പിടിച്ച് അങ്ങെത്തും. ആ ഒരു വേറെ ലെവലായിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഈ വണ്ടി എടുക്കണോ വേണ്ടല്ലേ? താഴോട്ട് പോവാം. അല്ലെങ്കിൽ വേണ്ട, വണ്ടി എടുക്കണതാണ് നല്ലതെന്ന് തോന്നുന്നു. സോ അവിടെ നല്ല വേണ്ട, നമുക്ക് താഴോട്ടൊക്കെ പോയിട്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് ആ വണ്ടി എടുക്കണോ എന്ന് അയ്യോ ഫ്രണ്ട്സ്, ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. സോൺ എത്തിക്കഴിഞ്ഞ് ഇനി നമുക്ക് എടുക്കണ്ട, ആ ഒരു വണ്ടി എടുക്കണ്ട. നമ്മൾ ലൈഫ് പെട്ടെന്ന് കുറയാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ വണ്ടി എടുക്കുന്നില്ല. വണ്ടി എടുക്കാതെ ഞാൻ നേരെ പോവുകയാണ് വെച്ച് പിടിച്ച്. ഇവിടെ നിന്ന് ആ ഒരു നമുക്ക് സിപ്പ് ലൈൻ വഴി കയറി പോയാൽ അവിടെ എത്തുമായിരിക്കാം. സോ നെക്സ്റ്റ് നമുക്ക് ഈ സിപ്പ് ലൈൻ വഴി കയറാം. അങ്ങനെ നമ്മൾ പീക്കിലോട്ട് യാത്ര തിരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു പീക്കിലോട്ട് നമുക്ക് എടുത്തിട്ട് ആ ഒരു ബുയ്യ കരസ്ഥമാക്കണം. സോ നമ്മളെ ഒരു 7 കില്ല് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനിയും കില്ലെടുക്കണം. സോ ഒരു 10 കില്ലെങ്കിലും എടുക്കാതെ എങ്ങനെ ആവില്ലേ. അങ്ങനെ നമ്മൾ പീക്കിലോട്ട് ഇറത്തിയിട്ടുണ്ട്. പീക്കിലോട്ട് എത്താന്ന് വെച്ചാൽ മൊത്തം എനിമി ആയിരിക്കും, പറഞ്ഞു തീരുന്നില്ല. അവിടുത്തെ ഒരു എനിമി ഉണ്ടായിരുന്നു. സോ അവിടെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കണം. നോക്കുന്ന സമയത്ത് അവൻ അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട്. പീക്കിൻ്റെ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തോട്ട് പോകാൻ നോക്കുന്ന സമയത്ത് അവൻ ഇവിടെ നിന്ന് കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ പീക്കിൻ്റെ അകത്തോട്ട് കയറി ആ ഒരു ഓടുന്ന സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഇത്തിരി കോയിൻസ് കാലിലൊക്കെ ഇരിപ്പുണ്ടല്ലോ, ആ ഒരു കോയിനും കൂടെ എടുത്തുള്ള ആ ഒരു സാധനം വാങ്ങാൻ ഒരു കോയിൻസ് വെച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. സോ ആ കോയിനൊക്കെ കുറേ ഇരിപ്പുണ്ട്. നമുക്ക് അതുകൊണ്ട് ആ ഒരു സാധനങ്ങൾ വാങ്ങിച്ച് വയ്ക്കാം. അങ്ങനെ ഫൈനൽ ഫൈറ്റ് ആയിട്ടുണ്ട്. ഇനി 10 കില്ലും കൂടെ എടുത്താൽ മതി. 10 കില്ല് 10 പേര്, അതൊക്കെ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഈ കുറച്ച് കില്ലെടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഒരു കിറ്റ്ലെസ് വേണ്ടല്ലേ, നമുക്ക് ഒരു ഓടുന്ന സാധനം ബൈ ചെയ്തിരിക്കാം. എന്നുവെച്ചാൽ ഒരു ഓടുന്ന സാധനം ഇരിക്കട്ടെ. ഒന്ന് മതി. ഇവിടെ നിന്ന് നമുക്ക് ഓടി നോക്കാം. ജസ്റ്റ് ഒന്ന് ഓടാൻ വേണ്ടി മാത്രമാണ് എടുത്തത്. സോയാ എനിക്ക് ഇവിടെ നിന്ന് നമുക്ക് നേരെ ഓടിയിട്ട് ആ ഒരു എനിമി കാണുന്നില്ലല്ലോ ഒരുത്തനെയും. അവിടെ നിന്ന് ഇവിടുത്തെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കത് കാണാം. നോക്കി വെക്കാം നമുക്ക്. സോ ഇവിടെയൊന്നും എനിമി ഇല്ല, ബാക്കിൽ നിന്നാണെന്ന് തോന്നുന്നു ഫൈറ്റ്.
സോ നമുക്ക് നോക്കി നോക്കാം. ആ ഒരു എനിമീസിനെ പെട്ടെന്ന് തന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കണം. സോയാ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോഴാണെങ്കിൽ അവിടെ നിന്ന് രണ്ടുപേര് കിടലുമ്പോഴത്തെ ഫൈറ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരുത്തന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പുറത്തൊരുത്തുണ്ട്, അവനെ പെട്ടെന്ന് അടിച്ച് കംപ്ലീറ്റ് ആക്കണം. നമ്മൾ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവലായിരുന്നു. അങ്ങനെ ഒരു 9 കില്ല് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. 9 കില്ല്. ഇനി ഒരു 4 കില്ലും കൂടെ മതി. ആ ഒരു 4 കില്ലും കൂടെ എടുത്ത് നമ്മളൊരു കിൽ ഫീഡ് കഴിയും. അങ്ങനെ ഒരു ബുയ കരസ്ഥമാക്കും. സോയാ നമ്മൾ 9 കില്ല് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. 9 കില്ല്. നമുക്ക് AK-47 ഒക്കെ മാത്രമേ ഉള്ളൂ ഇല്ലേ? MP40 AK-47 ഒക്കെ ഉള്ളൂ. അപ്പോൾ സോണും കാണലൊക്കെ ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി 2 പേര് ഫ്രണ്ട്സ്. ഇനി 2 പേര്. ഒരുത്തനെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി 2 പേരും കൂടെ ഉണ്ട്. 3 പേരാണ് കാണിക്കുന്നത്. സോ നമ്മൾ 2 പേരേ ഉള്ളൂ. നമുക്ക് നോക്കി നോക്കാം ആരാണ് ആ ഒരു 2 വിജിലന്മാരും നോക്കി നോക്കാം. സോ നമുക്ക് ആ ഒരു താഴോട്ട് പോയിട്ട് ആ ഒരു കില്ലിങ്ങല് ഫിനിഷാക്കാം. നോക്കി നോക്കാം ഫ്രണ്ട്സ്. നോക്കുന്ന അവനെ കാണുന്നില്ലല്ലോ ഇവിടെ ഒന്നും. ഓക്കെ, ഇതോ ഒരു പെണ്ണ് വരുന്നുണ്ട്. അവളെ പെട്ടെന്ന് അടിച്ച് കംപ്ലീറ്റ് ആക്കണം. സോ ഉണ്ടയും കാര്യങ്ങളൊക്കെ തീരാറായി. അതുകൊണ്ട് ഒരു വീടി. സോ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കണം ഫ്രണ്ട്സ്. അവനെ അവളെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കട്ടെ. പറ്റുമോ നോക്കാം. ഒരു ഗിണ്ണുങ്ങളിലൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് ആക്കട്ടെ. സോ അവളെ അടിച്ച് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. ഫ്രണ്ട്സ് ഞാൻ അടിച്ച് കംപ്ലീറ്റ് ആക്കണം. ഏവൻടാ അടിച്ച ആ ഒരു ഒരുത്തിനെയും കൂടെ അങ്ങനെ വയ്ക്കണമല്ല ഫ്രണ്ട്സ്. അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഞാൻ എന്താ വീഴുന്നിരിക്കുന്നു? എന്താണ് അവിടെ സംഭവിച്ചത്? അവൻ അങ്ങനെ ബോയി അടിച്ചിരിക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ട വെറുതെ. എന്നാലും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോറ്റും കാണാം.